പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മൾക്ക് വളരെയധികം റിയൽ അല്ല എങ്കിൽ നമ്മളുടെ തലയിലുള്ള വെറുതെ ഒരു നോളജ് മാത്രം, ഒരു അറിവ് മാത്രമാണെങ്കിൽ, യേശു വെറും ഒരു അറിവ് മാത്രമാണ് നമ്മൾക്കെങ്കിൽ, ഒരു പേഴ്സണലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്കില്ല എങ്കിൽ, പിശാചിന്റെ കയ്യിലെ വെറും പന്തായിരിക്കും നമ്മൾ, പാവകളായിരിക്കും നമ്മൾ, അല്ലെ? പിശാച് നമ്മളെ അവന് തോന്നുന്ന ഡയറക്ഷനിലേക്കൊക്കെ നമ്മളെ തട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് യേശുവിനെ പറ്റി അറിയാമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അറിവിനെ പറ്റിയല്ല പറയുന്നത്, നമുക്ക് ഡീപ്പായിട്ട് നോളജ്, ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡിങ്, ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് യേശുവായിട്ട് ഉണ്ടെങ്കിൽ സേറ്റന്റെ ഒരു വർക്കും നമ്മുടെ അടുത്ത് സാധിക്കത്തില്ല. അപ്പോസ്റ്റൽ പീറ്ററിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കി, പത്രോസിനെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കി. യേശു കർത്താവാണെന്ന് പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു അപ്പോസ്റ്റലായിരുന്നു പീറ്റർ എന്ന് പറഞ്ഞാൽ. പീറ്ററിനോട് മാത്രമേ പിതാവ് അത് വെളിപ്പെടുത്തി കൊടുത്തുള്ളൂ. അതേ പീറ്റർ അവസാന നിമിഷത്തിൽ യേശുവിന്റെ ക്രൂസിഫിക്ഷന്റെ സമയമായി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഇയാളെ അറിയത്തില്ലെന്ന് പോലും പറയാനുള്ള ഒരു ഒരു ഒഡാസിറ്റി, അല്ല, ആ ഒരു ധൈര്യം കിട്ടിയ ഒരാളാണ് അപ്പോസ്റ്റൽ പീറ്റർ. പക്ഷെ അതേ പീറ്റർ തന്നെ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അല്ലെ, തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അപ്പോസ്റ്റൽ പീറ്ററിന്റെ ജീവൻ മാറി. മാറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം യേശുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരുന്നു, അല്ലെ? നേരത്തെ യേശുവിനെ അറിയത്തില്ല, എനിക്ക് വ്യക്തിയായിട്ട് യാതൊരു വിധത്തിൽ ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ പീറ്റർ തന്നെ പിന്നെ എനിക്കറിയാം, ഞാൻ എൻ്റെ രക്ഷകന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറെന്ന് പറഞ്ഞ് മരിച്ച ആളാണ് അപ്പോസ്റ്റൽ പീറ്റർ, അല്ലെ? അപ്പോ നമുക്ക് പീറ്ററിന്റെ ജീവിതത്തിലേക്ക് വെറുതെ ഒന്ന് നോക്കാം കുറച്ച്, അല്ലെ? നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ഒരു ചെറിയ വീഡിയോ കൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ദൈവമേ, അങ്ങനെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവുമില്ല. ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ, ഞങ്ങൾ വീക്കായിരുന്നപ്പോൾ ഞങ്ങൾ വീണ്ടെടുത്തത് നന്ദി പറയുന്നു. എന്നും കൂടെ ഉണ്ട് എന്നുള്ള നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ ഫോർഗീവ്നെസ്സിനായിട്ട് കർത്താവേ, അങ്ങയുടെ കരുതലിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിന് നന്ദി പറഞ്ഞു. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങ് ഞങ്ങളുടെ ടീച്ച് ചെയ്യാൻ അപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണേ. താങ്ക് യു സോ മച്ച് ബസ് ഞങ്ങളോട് സംസാരിക്കുന്ന യേശു നാമത്തിൽ. അപ്പോൾ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോവാം. മത്തായി സുവിശേഷത്തിന്റെ 16-ാമത്തെ ചാപ്റ്ററിന്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാബെന്നും, വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാർ ഒരുത്തനോ എന്ന് പറയുന്നു എന്നും അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം അതിന് താഴേക്ക് നമ്മൾ വായിക്കാൻ നമുക്കറിയാൻ പറ്റും, യേശു തന്നെ ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ജഡവും രക്തവും അല്ല, പിതാവ്, സ്വർഗസ്ഥലെ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് പത്രോസിനോട് പറയുന്നു, അല്ലെ? ഇതേ പത്രോസ്, പിതാവിൽ നിന്ന് ഒരു റെവലേഷൻ കിട്ടിയ പത്രോസ്, പിതാവ് എന്താ പറയാ, യേശു ആരാണ്, ക്രിസ്തു ആണ്, അല്ലെ, മെസ്സേയാണ്, അനോയിന്റഡ് ആണ്, ഈ ലോകത്തിന്റെ രക്ഷകനായിട്ട് വന്നിരിക്കുന്ന ആളാണെന്ന് പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത പീറ്റർ, അല്ലെ? പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പറയുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാം. അപ്പൊ ഒരു കാര്യം പറയാൻ ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിതാവ് പീറ്ററിനോട് സംസാരിക്കുമ്പോൾ വെറുതെ എന്താ പറയുക, ഡേവിഡിന്റെ കുലത്തിൽ നിന്ന് വന്ന ഒരു രാജാവാണെന്ന് മാത്രമായിരിക്കത്തില്ലല്ലോ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഡേവിഡിന്റെ കുലത്തിൽ നിന്ന് വന്നിരിക്കുന്ന രാജാവാണെന്ന് വെറുതെ പറയുവാണ്, അത് ഈ ഫിസിക്കൽ, ഈ ലോകത്ത് ഉള്ള ഒരു ഡെലിവറൻസ് മാത്രം നടക്കും, അല്ലെ? ഡേവിഡ് വലിയൊരു കിങ് തന്നെയായിരുന്നു. അപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ മരിക്കാൻ പോയ ഒരാൾ, അല്ലെ? പക്ഷെ അല്ലല്ലോ പിതാവ്, തീർച്ചയായിട്ടും അങ്ങനെയല്ലല്ലോ പീറ്ററിനോട് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് ലോകരക്ഷയ്ക്കായിട്ട് വന്ന നാഥൻ, അല്ലെ? നമ്മുടെ ആത്മീയമായിട്ട്, നമ്മുടെ ആത്മാവിന്റെ വിടുതലിനായിട്ട് വന്ന നാഥൻ, അങ്ങനെയായിരിക്കുമല്ലോ പീറ്ററിന് തീർച്ചയായിട്ടും പിതാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതേ പീറ്റർ പിന്നെ നമുക്കറിയാം താഴേക്ക് വരുമ്പോൾ 21 തൊട്ട്, അതേ ചാപ്റ്ററിന്റെ മത്തായിന്റെ 16-ന്റെ 21 തൊട്ട് 23 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും. ഇങ്ങനെ അത് വായിക്കുന്നത് 21 തൊട്ട് 23 വരെ. അന്നു മുതൽ യേശു, അതിനു മുമ്പ് 20-ാമത്തെ വാക്ക് പറഞ്ഞ ഇങ്ങനെയാ, പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ
പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്നു ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതു അരുത്, നിനക്കും അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ നമ്മള് കുറച്ചു മുമ്പ് വായിച്ചതുള്ളൂ, ഇവിടെ പത്രോസ് 16ാമത്തെ വാക്യം പറഞ്ഞേക്കും, നീ ക്രിസ്തു ആകുന്നു എന്നുള്ള വാക്ക് പത്രോസ് പറഞ്ഞ അതേ പത്രോസ് തന്നെ ഇവിടെ എന്താ പറയുന്നത് 22ാമത്തെ വാക്കിലേക്ക് വരുമ്പോ, കർത്താവേ, അങ്ങേക്ക് എന്നെ സാധിക്കരുത് എന്ന് പറഞ്ഞിരിക്കും, അല്ലെ? അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ മാറാൻ പറ്റിയത്, അല്ലെ? കുറച്ച് വാക്കുകൾ, അല്ലെങ്കിൽ നമുക്കിത് എത്ര ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നടന്നെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, എങ്ങനെയെന്നുള്ള കാര്യം നമുക്ക് അറിയാം. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഒരു മാറ്റം വരാൻ സാധിച്ചത്? അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് പത്രോസിനോട് വെളിപ്പെടുത്തി യേശുക്രിസ്തു കർത്താവാണ് എന്നുള്ള കാര്യം, അല്ലെ? രക്ഷകനാണ്, മെസ്സയ എന്നുള്ള കാര്യം വെളിപ്പെടുത്തി കൊടുത്തപ്പോ അത് എന്താ പറയുക, അത് ഫെയ്ത്ത് ആയിട്ട് പീറ്ററിന്റെ ജീവിതത്തിൽ അങ്ങോട്ട് മെറ്റീരിയലൈസ് ചെയ്തില്ല. അത് ഫെയ്ത്ത് ആയിട്ട് തീർന്നില്ല. അത് ഒരു തലയിലുള്ള ഒരു അറിവ് മാത്രമായിട്ട്, ഒരു വെറുതെ ഒരു ബുക്ക് വായിക്കുന്ന പോലത്തെ അറിവ്, അല്ലെ? അത് മാത്രമായിട്ട് എന്താ പറയുക, പീറ്ററിന്റെ ഇങ്ങനെ ഒരു നോളജ് ആയിട്ട് മാത്രമായിരുന്നു. പക്ഷേ അത് ഹൃദയത്തിലേക്ക് വന്നില്ല, അതൊരു വിശ്വാസമായിട്ട് തീർന്നില്ല. അതുകൊണ്ടാണ് പീറ്റർ ഇവിടെ, കർത്താവെ, ഇങ്ങനെ ഒന്നും നടക്കരുത് എന്ന പിശാചിന്റെ ശബ്ദമായിട്ട്, എന്താ പിശാചിന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എന്താ പറയുക, പീറ്ററിന് യേശുവിനോട് തിരിച്ച് സംസാരിക്കാൻ സാധിച്ചതിന്റെ കാര്യം അതാണ്, അല്ലെ? ഇനി നമ്മൾ പ്രവർത്തികളിലേക്ക് പോകുമ്പോ, അപ്പോസ്തല പ്രവൃത്തി 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, അതിന് മുമ്പ് യേശു ക്രിസ്തു റിസറക്ഷൻ എല്ലാം കഴിഞ്ഞ് യേശു അവരെ, തന്റെ ശിഷ്യന്മാരെ കാണുന്നു, അവരോടൊപ്പം സംസാരിക്കുന്നു, പഠിപ്പിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജെറുസലേമിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞു. പിതാവ് തനിക്ക് എന്താ പറയുക, താൻ ഹോളിസ്പിരിറ്റ് തനിക്ക് തന്ന ഗിഫ്റ്റ് ആയിട്ടുള്ള ഹോളിസ്പിരിറ്റ് ഗോഡിനെ അയക്കാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോ യേശു സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് തന്റെ ശിഷ്യന്മാര് ജെറുസലേമില്, അല്ലെ, പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങള് 10 ദിവസം കഴിയുമ്പോഴേക്കും എന്താ പറയുക, അസെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും, അല്ലെ, സ്വർഗത്തിലേക്ക് പോയ ശേഷം 10ാമത്തെ ദിവസം 10 ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ ഹോളി സ്പിരിറ്റ് ഗോഡിനെ സെൻഡ് ചെയ്യുന്നത്. അതിന് കഴിഞ്ഞതിന് ശേഷം ഇതേ പീറ്റർ, അല്ലെ, നേരത്തെ കർത്താവെ, അങ്ങക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കരുത്, അങ്ങ് ക്രൂശില് മരിക്കാതെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ അതേ പീറ്റർ എഴുന്നേറ്റ് സംസാരിക്കുക. ഒറ്റ സംസാരിച്ച് 3000 പേരൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക്, പ്രവർത്തികൾ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ചെറിയ പോർഷൻ നമുക്കൊന്ന് വായിക്കാം. 29 തൊട്ട് 32 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തികളുടെ 2ാമത്തെ ചാപ്റ്ററിന്റെ 29 തൊട്ട് 32 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക. സഹോദരന്മാരെ, പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച്, അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകൻ ആകിയാൽ ദൈവം അവന്റെ ഒരുത്തനെ കടിപ്രദേശത്തിന്റെ പുറത്തു നിന്നു ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നു അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടു കളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു, അല്ലെ? ഇപ്പോൾ യേശുവിന്റെ എന്താ പറയുക, ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് കഴിഞ്ഞതിന് ശേഷം, സ്വർഗാരോഹണം കഴിഞ്ഞപ്പോഴേക്കും ഇവര് പുതിയൊരാൾക്കാരായി തീർന്നിരിക്കുക. ഇവർക്ക് പഴയ ഒരു ഡൗട്ട് ഒന്നുമില്ല, അല്ലെ? ഇവര് ഇപ്പൊ അപ്പോസ്തലൻ പീറ്റർ ഒന്നും ഇനി ദൈവത്തെ യേശുക്രിസ്തു തള്ളി പറയാൻ താല്പര്യപ്പെടില്ല. കാരണം യേശുക്രിസ്തു ഒത്തിരി റിയൽ ആയിപ്പോയി, അല്ലെ? യേശുക്രിസ്തു അവർക്ക് മനസ്സിലായി യേശുക്രിസ്തു ആരെന്ന്. അവർ എക്സ്പീരിയൻസ് ചെയ്തു, അവര് വിറ്റ്നസ് ചെയ്തു, അല്ലെ? അവര് സാക്ഷികളായി തീർന്നു യേശുവിനെ പറ്റി, അല്ലെ? യേശുവിന്റെ കൈൻഡ്നെസിനെ പറ്റി നേരത്തെ അവർ കണ്ടിരുന്നു. യേശു വെള്ളത്തിന് പൊക്കത്തിൽ കൂടെ നടക്കുന്ന കാര്യം കണ്ടിരുന്നു, ഒരുപാട് പേരെ സുഖപ്പെടുത്തുന്ന കാര്യം കണ്ടിരുന്നു, ലാസറസിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്ന കാര്യങ്ങൾ കണ്ടിരുന്നു. പക്ഷെ അതല്ല അവരുടെ തലയിലെ അറിവ് മാത്രമായിരുന്നു. ഞങ്ങളുടെ റബായി വലിയൊരാള്, റബായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡ് അവരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു അവർക്ക് വളരെയധികം റിയൽ ആയി തീർന്നു, അല്ലെ? യേശു എന്നുള്ള വ്യക്തി അവർക്ക് ബാക്കി എന്തിനേക്കാളും അധികമായിട്ട് റിയൽ ആയി തീർന്നിരുന്നു. അതുകൊണ്ട് അവർ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ അതിന്റെ സാക്ഷികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ
ജൂണിലേക്ക് പോകുമ്പോൾ യോഹന്നാൻ എഴുതിയ ലേഖനത്തിന് ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ ചാപ്റ്ററിൽ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്. യേശു എന്നല്ല പറഞ്ഞത്, ജീവന്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ റാബായി ആയിരുന്ന ആള് അദ്ദേഹം വെറുമൊരു ടീച്ചർ എന്നുള്ളതിൽ നിന്ന് ജീവന്റെ വചനമാണിത് എന്നുള്ള ഒരു അറിവിലേക്ക് അവര് മാറിയിരിക്കുന്നു. അത്രയ്ക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറിവ് അവർക്ക് കിട്ടിയിരിക്കുന്നു അല്ലെ. ഇനി പറയുക, ജീവൻ പ്രത്യക്ഷമായി, ജീവനാണെന്ന് പറയുക, ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കും, പിതാവിനോട് കൂടിയിരുന്നു, ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കേണ്ടതിന്. അവര് പറയുന്നു, ഞങ്ങളുടെ ടീച്ചറിനെ പറ്റി ഞാൻ സംസാരിക്കാൻ പോകും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ റാബായെ പറ്റി പറയുന്നല്ല പറയുന്നത്, നിത്യജീവനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അല്ലെ. അത്രയും അറിവേ, കാരണം അവർക്ക് അത്രയും പേഴ്സണലി മനസ്സിലായി. ഈ 3-ാമത്തെ വാക്ക് പറയും, ഞങ്ങൾ കണ്ടും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോട് അറിയിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. അപ്പോ ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറി, ഇവരുടെ അറിവ് മാറി, ഇവരുടെ റിലേഷൻഷിപ്പ് വിത്ത് യേശുക്രിസ്തുവായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറി അല്ലെ. അപ്പൊ അങ്ങനെ മാറിയപ്പോൾ യേശുക്രിസ്തു ഇവർക്ക് റിയൽ ആയി തീർന്നപ്പോൾ, എല്ലാത്തിനേക്കാൾ ഉപരിയായി തീർന്നപ്പോൾ അല്ലെ, ബാക്കി എല്ലാ കാര്യങ്ങളെക്കാളും അവരെ ചുറ്റോടിയിട്ട് ആൾക്കാരെക്കാളും അല്ലെ യേശുക്രിസ്തു വളരെയധികം റിയൽ ആയി തീർന്നപ്പോൾ, അവർക്ക് അല്ലെ സത്യമായി തീർന്നപ്പോൾ, യാഥാർത്ഥ്യമായി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, യേശു എന്നുള്ള വ്യക്തി യാഥാർത്ഥ്യമായി തീർന്നപ്പോൾ, അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ എന്താ പറയുന്നത്, പിശാചോ അവന്റെ ടീമോ ആരൊക്കെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും, ആരൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. പീറ്ററിനെ കൊന്നുകളയുകയായിരുന്നു ചെയ്തു. അപ്പോസ്റ്റൽ ജോണിനെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ടത്, പക്ഷെ എന്നിട്ടും മരിച്ചില്ല. കാരണം അവരുടെ കാരണം എന്താ പറയാ, ജോണിന്റെ വിശ്വാസം വളരെ ഡീപ്പാണ് അല്ല. തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് ദൈവം കൊണ്ടുവരുന്നുള്ള വിശ്വാസം ജോണിനുണ്ടായിരുന്നായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, യേശു ആ രീതിയിൽ മരിക്കണമെന്നല്ല ജോണിനെ പറ്റി തീരുമാനിച്ചിരുന്നത്. കാരണം ജോണിന് റെവലേഷൻ അല്ല, വെളിപാട് പുസ്തകം എഴുതാനുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മരിച്ചു പോയി കഴിഞ്ഞാൽ വെളിപാട് പുസ്തകം എഴുതാനും അത് നടക്കത്തില്ലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി വേറെ ഒന്നായിരുന്നു. പക്ഷെ ഇവരുടെ എന്താ പറയാ, പീറ്ററിന്റെയും അപ്പോസ്റ്റൽ ജോണിന്റെയും ഒക്കെ ഒരു ജീവിതത്തിന്റെ തന്നെ നിലവാരം തന്നെ മാറി അല്ലെ. ജീവിതത്തിന്റെ എന്താ പറയുക, ജീവിതത്തിന്റെ അവരുടെ റിലേഷൻഷിപ്പ് തന്നെ മാറി. അതുകൊണ്ടാണ് പീറ്റർ ഇവിടെ 2-ാമത്തെ ചാപ്റ്ററിൽ പ്രവർത്തിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നു, ഞങ്ങൾ ഇതിനെല്ലാം, ഞാൻ ഇന്നും നിങ്ങളോട് ടെസ്റ്റിഫൈ ചെയ്യുന്ന ജീസസിനെ, ഞങ്ങൾ ഈ ജീസസിന്റെ സാക്ഷികളാണ് എന്ന് ഏറ്റതെന്ന് പറയാൻ സാധിച്ചത്. അങ്ങനെ ഇവര് പറഞ്ഞപ്പോ അതിന് ഫലമുണ്ടായി. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു നമ്മുടെ ഉള്ളിലേക്ക് അല്ലെ, നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയുന്നത്, അത് റിയാലിറ്റി ആയിട്ട് തീർന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയാ, റിയൽ ആയിട്ടുള്ള ആളായിട്ട് മാറി, നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് മാറിയില്ലെങ്കിൽ, വെറുതെ ഒരു ചിന്തയായിട്ടല്ല, വെറുതെ ഒരു അറിവ് മാത്രമായിട്ട് നമ്മുടെ തലയിൽ ഇന്നും അവശേഷിക്കുമെങ്കിൽ, നമ്മള് പിശാചിന്റെ കയ്യിലെ എന്താ പറയുക, പാവക്കുട്ടികളായിരിക്കും അല്ലെ. അവന് തോന്നുന്ന രീതിയിൽ നമ്മളിട്ട് വളയ്ക്കും, ഒടിക്കും, തിരിക്കും അല്ലെ. അതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ യേശു ഒരു ജീവനായിട്ട് തുടിക്കുവാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ യേശു ഒരു ജീവനായിട്ട് ഉണ്ടെങ്കിൽ, പിശാചിന്റെ ഒരു തരത്തിലുള്ള വർക്കുകൾ നടക്കത്തില്ല. പീറ്ററിനെ പിന്നെ പിശാച് എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് അറിയാനുണ്ടോ? ഇല്ലല്ലേ. നേരത്തെ പീറ്ററിനെ കൊണ്ട് യേശുവിനെ ഡിനൈ ചെയ്യിപ്പിക്കുന്നു, യേശുവിനെ പറ്റി എന്താ പറയണ, എന്താ പറയണ, റബ്ബായി ഇങ്ങനെയൊന്നും അങ്ങക്ക് സംഭവിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പല കാര്യങ്ങളും പിശാച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പീറ്ററിനെ. പക്ഷെ അതിന് ശേഷം അല്ല, യേശുവിനെ അവർക്ക് വളരെയധികം റിയൽ ആയതിനു ശേഷം അവര് പിന്നെ ഫെയിലിയർ ഇല്ല, അവരുടെ ജീവിതം ഫെയിലിയർ ഇല്ല. നേരത്തെ നോക്കുന്ന പീറ്റർ നോക്കുമ്പോൾ പീറ്ററിന്റെ ജീവിതം ഫെയിലിയർ ആണ്, ഇപ്പൊ അങ്ങനെ ഒരു ഫെയിലിയറേ അല്ല അല്ലെ. പിന്നെ യേശു അവർക്ക് റിയൽ ആയി കഴിഞ്ഞപ്പോ, യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോ അവരുടെ ജീവിതം സക്സസ് അല്ലെ. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ യേശുവിനെ പറ്റി വെറുതെ ഒരു അറിവ് മാത്രമേ ഉള്ളെങ്കിൽ, നമ്മൾ ഇവിടുത്തെ ചർച്ചിൽ പോകുന്നത് പറഞ്ഞിട്ട്, നമ്മൾ ചർച്ചിൽ പോകുന്നത്, നമ്മൾ ബൈബിൾ വായിക്കുന്ന ഒക്കെ കറക്റ്റാണ്, പക്ഷെ യേശു നമുക്ക് റിയൽ ആവുന്നില്ലെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുന്നില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ആ ഒരു തോറ്റ രീതിയിലുള്ള ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കാൻ പോകുന്നത്. എപ്പോഴും നമുക്ക് ഒരു തോറ്റ രീതിയിലുള്ള ജീവിതമായിരിക്കും. പിശാച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലെ, നമുക്ക് അതിൽ നിന്നൊരു എസ്കേപ്പ് ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം നമ്മളെ പറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ മനസ്സിലാക്കുക അല്ലെ, നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളല്ലേ, എന്നെ മനസ്സിലാക്കുക. അതാണ് യേശു പറയുന്നത്.
യേശു പറയുന്നത് നമ്മൾ യേശുവിനെ മനസ്സിലാക്കണം അല്ലെ. യേശുവായിട്ടുള്ള ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം. വളരെ ഡീപ്പായിരിക്കും. ഇത് പിതാവ് നമ്മളോട് പറഞ്ഞിങ്ങനെ കൊളോസ്യർക്ക് ലേഖനത്തിലേക്ക് പോൾ വഴി പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, നമ്മൾ യേശുവിൽ വളരെയധികം റൂട്ടഡ് ആയിരിക്കണം. ഡീപ്പായിട്ട് റൂട്ടഡ് ആയിരിക്കും. നമ്മൾ ഡീപ്പായിട്ട് എന്താ പറയുക, ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ യേശു ആരെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമുക്ക് അറിയത്തില്ലാത്തപ്പം എന്ത് പറ്റുമെന്ന് നമുക്ക് വിശ്വാസമില്ല. യേശു ആരെന്ന് മനസ്സിലായാലേ, നമ്മുടെ ദൈവം ആരെന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് വിശ്വാസമുള്ളൂ അല്ലെ. അപ്പൊ വിശ്വാസമാണ് നമ്മുടെ പരിചയം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എഫേസ്യർക്ക് ലേഖനത്തിന്റെ 6-ാമത്തെ ചാപ്റ്റർ 16-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ് പരിചയം അല്ലെ. അപ്പൊ നമുക്ക് 1-ാമത്തെ ജോൺ തന്നെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ലോകത്തെ ജയിച്ചിരിക്കുന്ന വിക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ് അല്ലെ. അവിടെ വിശ്വാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ 18-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ ദൈവം തന്നെയാണ് നമ്മുടെ പരിചയം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആദ്യം നമ്മുടെ പരിചയം വിശ്വാസമാണെങ്കിൽ അല്ലെ, പിന്നെ അങ്ങ് വരുമ്പോൾ ദൈവം തന്നെ നമ്മുടെ പരിചയമായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നത്. ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ എന്താ പറയുക ഷീൽഡ് പോലെ നിൽക്കുവാണെങ്കിൽ അല്ലെ, അപ്പൊ വിശ്വാസം എന്തായാലും നമ്മൾ ചെയ്യാൻ പറ്റും അല്ലെ. 91-ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് നമ്മുടെ ആലയമായിരിക്കുന്നതുകൊണ്ട് ഒരു അനർത്ഥവും നമ്മുടെ മുകളിൽ വരത്തില്ല അല്ലെ. കാരണം അവനാണ് നമ്മുടെ വീട്, അവന്റെ ഉള്ളിലാണ് നമ്മൾ വസിക്കുന്നത്. അങ്ങനെയാകുമ്പോ ഒരു അനർത്ഥവും വരത്തില്ല അല്ലെ. അപ്പൊ നമ്മള് ദൈവത്തെ അറിയുക, ഡീപ്പായിട്ട് അറിയുക, ഒരു ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുക. യേശു നമുക്ക് വളരെയധികം എന്താ പറയുക ഒരു റിയാലിറ്റി ആകട്ടെ. യേശു നമ്മുടെ റിയാലിറ്റി ആയി കഴിയുമ്പോൾ പിശാചിന് യാതൊരു വിധത്തിലുള്ള വർക്കിനും യാതൊരു കാര്യവുമില്ല നമ്മുടെ ജീവിതം. അതായത് അടുത്ത് പോലും വരാൻ സാധിക്കത്തില്ല അല്ലെ. പിന്നെ നമ്മൾ എപ്പോഴും എനിക്ക് അസുഖങ്ങളാണല്ലോ, എനിക്ക് ഫെയിലിയർ ആണല്ലോ, എന്റെ ജോബ് നഷ്ടപ്പെടുന്നല്ലോ, അത് ചെയ്യുന്നല്ലോ, ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ അല്ലെ. എന്താ ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പക്ഷെ നമ്മള് മനസ്സിലാക്കുമ്പോ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് അല്ലെ. നീ പോ പിശാച് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും അല്ലെ. ഇതെല്ലാം വരുന്ന എന്റെ ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് ആക്സിഡന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. എന്റെ ദൈവം എന്നെ പ്രശ്നത്തിലാക്കി തീർക്കുക. ഇതെല്ലാം പിശാച് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടെങ്കിൽ അവനെ നമുക്ക് ആട്ടി ഓടിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ശക്തിയായി മാറും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ലോകത്തെ എന്താ പറയുക ജയിച്ചവരായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റിമണികൾ ഉണ്ടാകണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയുന്നത്, യേശു നമുക്ക് വളരെയധികം റിയൽ ആയിട്ട്, യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്തു തന്നിരിക്കുന്നു മനസ്സിലാക്കട്ടെ. നമ്മുടെ ഉള്ളിൽ അതൊരു സ്ട്രോങ് ആയിട്ട് ഉള്ള വിശ്വാസമായിട്ട് അത് തീരട്ടെ അല്ലെ. വെറുതെ ഒരു ചിന്ത മാത്രമായിട്ട്, വെറുതെ ഒരു അറിവ് മാത്രമായിട്ട് ഇരിക്കാതെ അത് സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമായിട്ട് വളരെ യേശു നമുക്ക് എല്ലാവരെക്കാളും വളരെയധികം റിയൽ ആയിട്ട് യാഥാർത്ഥ്യമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ള. പോകുന്ന പ്രാർത്ഥിക്കുന്നത് കർത്താവ് സമയത്താണ് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ. തങ്ങളുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹം ഈ ലോകത്തില്ല കർത്താവ്. അങ്ങ് ഞങ്ങളുടെ കൂടെ എന്നുമുണ്ട്. അങ്ങ് ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആകട്ടെ, അങ്ങ് ഞങ്ങളുടെ സോങ് ആകട്ടെ, അങ്ങ് ഞങ്ങളുടെ സ്ട്രെങ്ത് ആകട്ടെ കർത്താവ്, അങ്ങ് ഞങ്ങളുടെ ഷീൽഡ് ആകട്ടെ. താങ്ക് യു സോ മച്ച്. എന്റെ പരിചയമാകട്ടെ കർത്താവ്, എന്റെ സങ്കീർത്തനമാകട്ടെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ലോർഡ് മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു കർത്താവ്. അവരുടെ ജീവിതത്തെ അങ്ങയുടെ കയ്യിലേക്ക് തരാണെന്ന് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതം അങ്ങയുടെ കയ്യിലായിരിക്കട്ടെ. അങ്ങ് വളരെ റിയൽ ആയിരിക്കട്ടെ ഓരോ ആൾക്കാർക്കും കർത്താവ്. യേശുവിന് നന്ദി. യേശുവിൻ നാമത്തിന് നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിന് ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിന് ആമേൻ. കേട്ടെന്ന് ദൈവത്തിന് അവന്റെ മഹത്വം ഉണ്ടാകട്ടെ.